2006 മോഡൽ G4 ഇന്നോവയാണ്. നല്ല ഫാൻസി നമ്പറിലുള്ള വണ്ടിയാണ്. നല്ല ബ്ലാക്ക് കളറും. ഇത് റീപെയിൻ്റ് അല്ല, അത് ഒറിജിനൽ ബ്ലാക്കിലാണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. വളരെ നീറ്റ് വണ്ടിയാണ്. 2006 വണ്ടിയാണെന്ന് നമുക്ക് വണ്ടീൻ്റെ കണ്ടീഷൻസ് നോക്കിയാൽ പറയാൻ കഴിയില്ല. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ടയറൊക്കെ ഒരു 75% മുകളിൽ ടയറുകളുണ്ട്. പിന്നെ അലോയ് വീല് എക്സ്ട്രാ ചെയ്തതാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കാണാം, നല്ല നീറ്റായിട്ടുള്ള ബീജും ബ്ലാക്കും കൂടിയുള്ള നല്ല നീറ്റായ ഇൻറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഡബിൾ ടിൻ സെറ്റ് ഉണ്ട്. നല്ല സീറ്റ് കവറുകൾ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള, നമുക്കൊരു മോശമായിട്ടൊന്നും പറയാനുള്ള ഒരു സാധനം ഇതിൻ്റെ മുകളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പാർട്ടീൻ്റെ വണ്ടിയാണത്. ഇതിനിപ്പോൾ നിലവിൽ ഡബിൾ ടിൻ സെറ്റ്, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക്, അലോയ് വീല്, ഒരുവിധം നമുക്ക് വണ്ടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ ഫിറ്റഡാണ്. പിന്നെ ഇവിടെയൊന്നും ഒരു തുരുമ്പുകളൊന്നും എവിടെയില്ല. 2006 മോഡൽ കുറയുമ്പോൾ നമ്മളൊരു തുരുമ്പാണല്ലോ നമ്മൾ നോക്കേണ്ടത് കാര്യമായിട്ട്. ഇവിടെ ഒന്നും ഒരു തുരുമ്പുകളൊന്നും കാണാനില്ല. അതുപോലെ റീപെയിൻറ്റും ഡോറിൻ്റെ അടിയിലൊന്നും ഇല്ല കേട്ടോ. കാരണം അവിടെ ആ കമ്പനി വന്നപ്പോഴുള്ള ആ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഡോറിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നീറ്റായിട്ട് ഉപയോഗിച്ച ഒരു പാർട്ടീൻ്റെ വണ്ടിയാണ് ഇത്. നിലവിൽ 2,65,000 മീറ്റർ കാണുന്നത്. നമുക്ക് ഉറപ്പില്ല, അത് രണ്ടാമത്തെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അപ്പോൾ നമുക്കത് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ വണ്ടീൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് വണ്ടി അത്രയൊക്കെ ഓടിയുള്ളൂ. കാരണം നല്ല സ്റ്റാർട്ടിങ് ആയാലും എല്ലാ ഭാഗങ്ങളായാലും ഒരു മോഡൽ കൂടിയ ഇന്നോവയിലിരിക്കുന്നത്, അത്രയും മോഡലൊരു ഇന്നോവേൻ്റെ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണിത്. ഇതിപ്പോൾ 2006 മോഡൽ കുറവാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. വണ്ടി അത്രയും പെർഫെക്റ്റ് വണ്ടിയാണ്. ഓക്കെ, സീറ്റ് കവറായാലും എല്ലാം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് പ്രധാന തുരുമ്പുകളൊന്നും എവിടെയില്ല. ഇവിടെ ഒന്നും റീപെയിൻറ്റുകളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ കമ്പനി ഇറങ്ങിയപ്പോഴുള്ള പെയിൻറ്റ് തന്നെയാണ്. കാരണം ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം ഇവിടെ കമ്പനിക്കുള്ള ഡോറിൻ്റെ സൈഡിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പോഴും ടൈപ്പ് 2 തന്നെയാണുള്ളത്. പിന്നെ അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫാൻസി നമ്പറുമാണ് 940. ബാക്ക് എന്തോ ചെയ്തിട്ടുണ്ട്, ബാക്ക് ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, ഈ വണ്ടിക്ക് തട്ടുകൾ, റീപ്ലേസുകൾ ഒന്നുമില്ല. പെയിൻറ്റിംഗ് ഒക്കെ വളരെ നല്ല കമ്പനി ഇറങ്ങിയപ്പോഴുള്ള പെയിൻറ്റിങ് തന്നെയാണ്. ഇത്രയും ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഞാൻ കാണിച്ചു തരാം. കാരണം നിങ്ങൾ കാര്യമായിട്ട് തുരുമ്പുണ്ടോ നോക്കാനാണ് ഞാനിത് കാണിച്ചു തരണം. ഇവിടെ ഒന്നും യാതൊരു തുരുമ്പുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒരു ഡോറിൻ്റെ സൈഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ ഡോറ് കമ്പനി ഇറക്കുമ്പോഴുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരെയുണ്ട്. ഒരു റീപ്ലേസുകളോ തട്ടുകളോ ഒന്നുമില്ല. ഓക്കെ, ഈ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ നീറ്റാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന വില എന്ന് പറയുന്നത് 3,25,000 രൂപയാണ്. അതൊരു സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഓക്കെ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ മൊബൈലിലേക്ക് ഒന്ന് ബന്ധപ്പെടുക. പിന്നെ നല്ല വെയിലത്താണ് ഫോട്ടോ എടുത്തത്, അതുകൊണ്ട് വല്ലാണ്ട് ഒരു തിളങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര തിളക്കമൊന്നുമില്ല വണ്ടിക്ക്, പക്ഷേ ഈ വെയിലത്തായതുകൊണ്ട്. ഓക്കെ, താങ്ക് യു.